ഫാർമ ഈസി ലേൺ ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസും അത് ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റും ഇതൊക്കെ ഓർത്ത് വെക്കാൻ കുറച്ച് ടിപ്സും ഒക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 7 ടൈപ്പ് ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസും അതിന്റെ പേരും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തേത് 1 ഗ്രീസ് ഡിസീസ്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് ഗ്ലൂക്കോസിഡ്സ് ഫോസ്ഫേറ്റേസ് എൻസൈമിൻ്റെതാണ്. അടുത്തത് ടൈപ്പ് 2 പോംപേസ് ഡിസീസ്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് α14 ഗ്ലൂക്കോസിഡേസ് എൻസൈമിൻ്റെതാണ്. അടുത്തത് ടൈപ്പ് 3 കോറിസ് ഡിസീസ്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് ഡീബ്രാഞ്ചിങ് എൻസൈമിൻ്റെതാണ്. അതേസമയം ടൈപ്പ് 4 ആയ ആൻഡേഴ്സൺ ഡിസീസിൽ ഉണ്ടായിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് ബ്രാഞ്ചിങ് എൻസൈമിൻ്റെതാണ്. ഇനി അടുത്തത് ടൈപ്പ് 5 മെക്കാർഡിൽസ് ഡിസീസ്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് മസിൽ ഗ്ലൈക്കജൻ ഫോസ്ഫോറൈലേസ് എൻസൈമിൻ്റെതാണ്. അടുത്തത് ടൈപ്പ് 6 ഹെയേഴ്സ് ഡിസീസ്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് ഹെപ്പാറ്റിക് ഫോസ്ഫോറൈലേസ് എൻസൈമിൻ്റെതാണ്. ഇനി അടുത്തത് ടൈപ്പ് 7 ടറൂയിസ് ഡിസീസ്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് എൻസൈമിൻ്റെതാണ്. ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസും അതിന്റെ കറസ്പോണ്ടിങ് നെയിം എങ്ങനെ ഓർത്തു വെക്കാമെന്നും പറഞ്ഞുതരാം. ആദ്യത്തെ ടൈപ്പ് 1. അപ്പൊ നമ്മൾ 1 എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. നമ്മൾ ഈ കറസ്പോണ്ട് ഡിസീസാണ് 1 ഗ്രീസ് ഡിസീസ്. ഇതിന് രണ്ടിനും നമ്മൾ പ്രൊനൗൺസിയേഷൻ 1 എന്നാണ് പറയുന്നത്. സ്പെല്ലിംഗ് ഡിഫറൻസ് ഉണ്ട്. 1 ഗ്രീസ് ഡിസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തത് ടൈപ്പ് 2 ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ് ആണ് പോംപേസ് ഡിസീസ്. ഇത് അതേപോലെ തന്നെ ഓർത്ത് വെക്കുക, ടൈപ്പ് 2 പോംപേസ് ഡിസീസ്. അടുത്തത് ടൈപ്പ് 3 കോറിസ് ഡിസീസ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 3rd ലെറ്റർ ആണ് സി. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആണ് സി, കോറിസ് ഡിസീസ്. അടുത്തത് ടൈപ്പ് 4 ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 4th ലെറ്റർ ആണ് ഡി. അപ്പോൾ ആൻഡേഴ്സൺ ഡിസീസ്. ഇതിന്റെ ഒരു മെയിൻ പ്രൊനൗൺസിയേഷൻ ഡി, ആൻഡേഴ്സൺ ഡിസീസ്. അപ്പൊ അത് അങ്ങനെ ഓർത്ത് വെക്കാം. ഈ ടൈപ്പ് 3 ടൈപ്പ് 4 ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ് ഓർത്ത് വെക്കാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇത് ചെറിയൊരു കാര്യമാണ്. ന്യൂസിലാൻഡ് ക്രിക്കറ്റിലെ ഒരു ഫേമസ് ക്രിക്കറ്ററാണ് കോറി ആൻഡേഴ്സൺ. ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം ടൈപ്പ് 3 ഫോർ കോറി, ടൈപ്പ് 4 ആൻഡേഴ്സൺ. ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്തത് ടൈപ്പ് 5. ടൈപ്പ് 5 നമ്മൾ റോമൻ ലെറ്റർ എഴുതുമ്പോൾ ബി എന്നാണ് എഴുതുന്നത്. ഈ റോമൻ ലെറ്റർ ബി എന്ന് എഴുതിയിട്ട് അതിന് ഇരുവശത്തും ഓരോ വരി ഇടുവാണെങ്കിൽ എമ്മിനോട് റിസൾട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇത് എം സ്റ്റാർട്ട് ചെയ്യുന്ന മെക്കാർഡിൽസ് ഡിസീസ് ആണ് ടൈപ്പ് 5 ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ്. ഇനി അടുത്തതാണ് ടൈപ്പ് 6 ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ്. 6 എന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ് ആണ് ഹെക്സ്, ഹെക്സഗൺ, ഹെക്സെയിൻ. ഇതെല്ലാം 6 എന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്താണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ലെറ്റർ ആണ് എച്ച്. അപ്പൊ എച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് ഹെയേഴ്സ് ഡിസീസ്. ഇതാണ്. ഇനി അടുത്തത് ടൈപ്പ് 7 ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ് ആണ്. നമ്മൾ 7 എന്ന നമ്പർ ഇങ്ങനെ എഴുതിയിട്ട് ഇതിന് മേളിൽ ഇങ്ങനെ വരി ഇട്ട് കഴിയുമ്പോൾ ടിയോട് റിസംബിൾ ചെയ്യും. നമ്മളപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആണ് ടി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ് ആണ് ടറൂയിസ് ഡിസീസ്. അത് അങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ടൈപ്പ് 1 ഗ്രീസ് ഡിസീസ്, ടൈപ്പ് 2 പോംപേസ് ഡിസീസ്, ടൈപ്പ് 3 കോറിസ് ഡിസീസ്, ടൈപ്പ് 4 ആൻഡേഴ്സൺസ് ഡിസീസ്, ടൈപ്പ് 5 മെക്കാർഡിൽസ് ഡിസീസ്, ടൈപ്പ് 6 ഹെയേഴ്സ് ഡിസീസ്, ടൈപ്പ് 7 ടറൂയിസ് ഡിസീസ്. ഇങ്ങനെ ഇത് ഓർത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ടൈപ്സ് ഓഫ് ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസും അതിന്റെ കറസ്പോണ്ടിങ് നെയിമും എങ്ങനെ ഓർത്ത് വെക്കാമെന്നുള്ളതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇനി ആ കറസ്പോണ്ടിങ് ഡിസീസും അതിന്റെ എൻസൈം ഡിഫക്റ്റും എങ്ങനെ ഓർത്ത് വെക്കാമെന്ന്. ഇതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് മിക്കവാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ ട്രിക്കിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ കീവേഡ് ആണ് ABCD. നമ്മുടെ ABCD ആദ്യത്തെ എയും ബിയും എടുത്തു. എ സ്റ്റാൻഡ്സ് ഫോർ ആൻഡേഴ്സൺ ഡിസീസ്. അപ്പൊ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് ബി, ബ്രാഞ്ചിങ് എൻസൈമിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് ആൻഡേഴ്സൺ ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത 2 ലെറ്റേഴ്സ് സിയും ഡിയും. അപ്പൊ നമ്മൾ CD എഴുതി. സി സ്റ്റാൻഡ്സ് ഫോർ കോറിസ് ഡിസീസ്. ഈ കോറിസ് ഡിസീസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് ആണ് ഡീബ്രാഞ്ചിങ് എൻസൈം. ഈ ഡീബ്രാഞ്ചിങ് എൻസൈമിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് കോറിസ് ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് നല്ല സിമ്പിൾ അല്ലേ, ABCD. ഇങ്ങനെ ഓർത്ത് വെക്കാം. ഇനി അടുത്തത് കാണാൻ പോകുന്നത് ടൈപ്പ് 5 ആൻഡ് ടൈപ്പ് 6 ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസിന്റെ ഇൻവോൾവ് ആയിരിക്കുന്ന എൻസൈം ഡിഫക്റ്റ് എങ്ങനെ ഓർത്ത് വെക്കാം. ടൈപ്പ് 5 ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസ് ആണ് മെക്കാർഡിൽസ് ഡിസീസ്. ഈ മെക്കാർഡിൽസ് ഡിസീസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എം. അപ്പോൾ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് എൻസൈം ഡിഫക്റ്റ് ആണ് മസിൽ ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എം ആണ്. അപ്പൊ നമ്മൾ 2 ഓർത്തുക, എമ്മും എം. ഇനി അടുത്തത് ടൈപ്പ് 6 ഹെയേഴ്സ് ഡിസീസ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എച്ച്,
ഇതിന്റെ കറസ്പോണ്ടിങ് എൻസൈം ഡിഫക്റ്റ് ആണ് ഹെപ്പാറ്റിക് ഫോസ്ഫോറൈലേസ് എൻസൈമിന്റെ ഡിഫക്റ്റ്. ഇതും രണ്ടും എച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ഡിസീസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്ററിൽ തന്നെയാണ് കറസ്പോണ്ടിങ് എൻസൈം ഡിഫക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ. ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5, ടൈപ്പ് 6 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ഓർത്തുവെക്കാനാണ്. ഇനി നമുക്ക് GAP എന്ന കീവേഡ് വെച്ച് ബാക്കി വരുന്ന 3 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസിന്റെ എൻസൈം ഡിഫക്റ്റ് എങ്ങനെ ഓർത്തുവെക്കാൻ നോക്കാം. അപ്പൊ ബാക്കി വരുന്ന 3 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആണ്. ഒന്ന് ടൈപ്പ് 1 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആയ Glycolysis ഡിസീസ്, ടൈപ്പ് 2 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആയ POMPE'S ഡിസീസ്, ടൈപ്പ് 7 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആയ TARUI'S ഡിസീസ്. ഈ 3 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആണ് ബാക്കി വരുന്നത്. ഇനി നമുക്ക് ഈ GAP എന്ന കീവേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഈ GAPയിലെ ഓരോ ലെറ്റേഴ്സ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസീസിന്റെ ഇൻവോൾവ് ആയിരുന്ന എൻസൈം ഡിഫക്റ്റിന്റെ എൻസൈമിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ്. അപ്പോൾ ആദ്യത്തെ 1-Glycosidase ഡിസീസിന്റെ എൻസൈം ഡിഫക്റ്റ് ആണ് Glucosidase ഫോസ്ഫേറ്റേസ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഓർത്ത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ G ആണ്. 1-Glycosidase ഡിസീസിന്റെ എൻസൈം ഡിഫക്റ്റ് G യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് 2 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആയ POMPE'S ഡിസീസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ A ഫോർ ആൽഫ 1,4 ഗ്ലൂക്കോസിഡേസ്. ഇനി അടുത്ത് ടൈപ്പ് 7 ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ആയ TARUI'S ഡിസീസ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ P ഫോർ ഫോസ്ഫോഫ്രക്ടോകൈനേസ്. ഇങ്ങനെയാണ് നമ്മൾ ഈ കീവേഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.